ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ സാൽമി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇവിടുത്തെ കാറിൻ്റെ ഒക്കെ സ്ക്രാപ്പ് യാർഡിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ ഫാഹിൽ നിന്ന് ഒരു 110 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഇപ്പോൾ നേരെ ഈ ഒരു സ്ക്രാപ്പ് യാർഡിലേക്ക് പോകുന്നത്. അതിൻ്റെ സൗദി ബോർഡറിൻ്റെ അടുത്താണ് ഈ സാൽമി എന്ന് പറഞ്ഞ പ്രദേശമുള്ളത്. അപ്പോൾ അവിടെയാണ് കാറിൻ്റെ ഒക്കെ വലിയ സ്ക്രാപ്പ് യാർഡ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പം ശ്രീജിത്തുണ്ട്, ശ്രാവൺ മീഡിയയുടെ ശ്രീജിത്താണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് ഇന്ന് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഷിം വ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ 60th 70ലേക്ക് കയറാൻ പോവാണ്. ചുറ്റും മരുഭൂമികളൊക്കെ കാണാൻ തുടങ്ങി. ഈ സൈഡ് മരുഭൂമികളുണ്ട്. നിങ്ങൾ ആ ദൂരെ കാണുന്നുണ്ടല്ലോ, ഇവിടുത്തെ വാട്ടർ ടാങ്കുകളാണ് കേട്ടോ. ഈ രീതിയിലാണ് ഇവർ ഇവിടെ വെള്ളം ശേഖരിക്കുന്നത്. കുവൈത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും നമുക്ക് ഇതുപോലത്തെ ഉള്ള വാട്ടർ ടാങ്കുകൾ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ സാൽമി പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൗദി ബോർഡറിൻ്റെ അടുത്തുകൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ മുമ്പിലേക്ക് തന്നെ സൗദി ബോർഡറായി. ഈ ഒരു പ്രദേശത്ത് വരുമ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരുപാട് മൊബൈൽ ബക്കാലകൾ, അവിടെ ഫുഡ് ഐറ്റംസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പുല്ലുകൾ, ഈ ഒട്ടങ്ങൾക്ക് കൊടുക്കുന്ന പുല്ലും മറ്റു കാര്യങ്ങളൊക്കെ ശേഖരിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് റോഡ് സൈഡിൽ വിൽക്കുന്നുണ്ട്. ഒരുപാട് കടകളുണ്ട് കേട്ടോ. ആ രീതിയിലുള്ള കടകൾ ഒരു ചെറിയൊരു ടൗൺഷിപ്പ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക അവിടെ വരുമ്പോൾ. രണ്ട് സൈഡും, ഈ റോഡിൻ്റെ രണ്ട് സൈഡ് എന്ന് പറയുന്നത് മരുഭൂമിയാണ്. ഇവിടെ തന്നെ ആട്ടിടയന്മാർക്ക് വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള ടെൻറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ, ഈ ഫാമുകളൊക്കെ ഉണ്ട്. ഒരുപാട് ഫാമുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഈ സാൽമി പ്രദേശം, ഈ സൗദി ബോർഡറിൻ്റെ അടുത്ത്. അപ്പോൾ രണ്ട് സൈഡിലും മനോഹരമാണ് കാണാനായിട്ട്. ഇന്നിപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം പൊടിക്കാറ്റാണ്, നല്ല കാറ്റുണ്ട് ഇവിടെ. പൊടിക്കാറ്റാണ് തോന്നുന്നത്. അത് ഈ പ്രദേശത്ത് ശരിക്കും സാധാരണ ഇങ്ങനെ ഉണ്ടാവാറുള്ളൂ. കാര്യം രണ്ട് സൈഡ് മരുഭൂമി ആയതുകൊണ്ട് ചെറിയ കാറ്റടിക്കുമ്പോഴേക്കും ഇങ്ങനെ മണ്ണിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു ക്ലൈമറ്റാണ്, ആ ഒരു അവസ്ഥയാണ് എപ്പോഴും ഈ ഒരു പ്രദേശത്ത് ഉണ്ടാവുക. രണ്ട് സൈഡും മരുഭൂമിയാണ്. പക്ഷെ നമ്മൾ മറ്റേ ദുബായിൽ കാണുന്ന പോലത്തെ ഒരു മരുഭൂമിയല്ല ഇത്. അത്രത്തോളം മണ്ണ് കൂടിയിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല ഇവിടെ. ആ ബ്രിഡ്ജ് ഉണ്ടോ, ശരിക്കും ബ്രിഡ്ജിന്റെ ചെറിയൊരു ഭാഗമുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു രീതിയിലാണ് ഇട്ടിരിക്കുന്നത് അല്ലേ. കംപ്ലീറ്റ് മണ്ണ് ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബ്രിഡ്ജാണ്. വളരെ നീളമുണ്ടല്ലേ, ഭയങ്കര വലുതാണല്ലോ ഇത് അല്ലേ, നല്ല നീളമുണ്ട്. ഓ, ഭയങ്കര വലുത് അല്ലേ. എത്ര കിലോമീറ്റർ ആണ് ഈ സാധനം ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അല്ലേ. കട്ട ബ്ലോക്കുകൾ അടുക്കി വെച്ചിട്ട് അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്നു. വൗ. ഇതൊരു ചെറിയൊരു എക്സിറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. എക്സിറ്റ് കൊടുത്തിട്ട്, പക്ഷെ പാലം എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് പാലം അല്ല, ഇത് മണ്ണ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു പാസേജ് ആണ്. അവിടെ ദൂരെ ആ കാണുന്നതാണ് കോൺക്രീറ്റ് പാലം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ള ഒരു റോഡുകൾ മണ്ണ് ഫില്ല് ചെയ്യുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ദൂരെ മരുഭൂമി, കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ മരുഭൂമിയായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഈ റോഡിൻ്റെ രണ്ട് വശവും മരുഭൂമിയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരെ പോകുന്ന വഴിക്ക് ഇതാ ഒരു ബ്രിഡ്ജ് കാണാം. ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രിഡ്ജല്ല, ഒരുപാട് ബ്രിഡ്ജുകളുടെ നിർമ്മാണങ്ങൾ നടക്കുന്ന ഒരു ഏരിയയാണിത്. ഒരുപാട് ബ്രിഡ്ജുകൾ നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കും. ഏതാണ്ട് ഒരു പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന റോഡുകളെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജുകളാണ്. പല ഭാഗങ്ങളിലേക്കും പോകുന്ന ബ്രിഡ്ജുകൾ വളരെയധികം പ്ലാനോട് കൂടിയിട്ട് ഒരുപാട് വർഷത്തെ, ഒരു 100 കൊല്ലത്തേക്കെങ്കിലും ഇത് ഗുണകരമാവുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു ബ്രിഡ്ജ്, ഒരുപാട് ബ്രിഡ്ജുകൾ താഴെയും മുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഈ റോഡിൻ്റെ രണ്ട് വശത്തേക്കും എൻട്രി ആൻഡ് എക്സിറ്റ് ഉള്ള റോഡുകളുണ്ട്. പല ഭാഗങ്ങളിലേക്കും ഡൈവേർട്ട് ചെയ്ത് പോകുന്ന റോഡുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ നിർമ്മാണം കാണാൻ തന്നെ നല്ല ഫിനിഷിംഗ് ആണ്. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഈ ബ്രിഡ്ജുകളൊക്കെ പണിതിരിക്കുന്നത്. അത്രയും തോളം ഭംഗിയുണ്ട്.
ഏതാണ്ട് ഗതാഗതത്തിന് വളരെയധികം ഗുണകരമാകുന്ന രീതിയിലേക്കാണ് ഇത്തരം ബ്രിഡ്ജുകൾ ഇവിടെ പണിയുന്നത്. ഈ റോഡിൻ്റെ 2 സൈഡിലേക്ക് നീണ്ടു കിടക്കുന്ന ബ്രിഡ്ജുകളാണിത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് 70-ാം നമ്പർ റോഡിലൂടെയാണ് മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ജഹ്റ ഭാഗമാണ്. അപ്പോൾ ജഹ്റയിലും അതുപോലെ തന്നെ വഫ്ര ഭാഗത്തൊക്കെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കുവൈത്തിൽ കാര്യമായിട്ട് നടക്കുന്നത് ബ്രിഡ്ജുകളുടെയും റോഡുകളുടെയും വർക്കുകളാണ്. ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ബൈപ്പാസ് റോഡാണ്, മെയിൻ റോഡല്ല. മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബ്രിഡ്ജാണ് നേരത്തെ കണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൈപ്പാസ് റോഡിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ 70 നമ്പർ റോഡിൽ കൂടെ മുന്നോട്ട് നേരെ പോയി കഴിഞ്ഞാൽ സൗദി ബോർഡറാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജഹ്റ ഭാഗം ഇറാഖ് ബോർഡറിൻ്റെ ഭാഗത്തേക്കാണ്. ബാക്കിലേക്ക് പോയാൽ നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് 70-ാം നമ്പർ റോഡിൽ കൂടെ സാൽമി പ്രദേശത്തേക്ക്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല പൊടിക്കാറ്റ്, ഇതാ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, ക്യാമറയിൽ കൂടെ നല്ല കാറ്റ് വീശുന്നുണ്ട്, അതിനനുസരിച്ച് പൊടിയും വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു ഇതുപോലെ തന്നെ ആയിരിക്കട്ടെ എല്ലാ സമയത്തും ഈ ഒരു ഭാഗത്ത് 2 സൈഡ് മണ്ണായതുകൊണ്ടല്ലേ, മരുഭൂമി ആയതുകൊണ്ട് ചെറിയ കാറ്റ് വന്നാലും പൊടി പറക്കും. എല്ലാ ഏരിയയിലും ഇല്ല, ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. കാറ്റിൻ്റെ ഒരു ദിശ വരുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ പൊടി പറക്കുന്നത്. ഈ ഒരു ഭാഗത്ത് റോഡ് പണി കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കുവൈത്തിൻ്റെ 2 സൈഡിലേക്കും റോഡ് പണികളാണ്, ബ്രിഡ്ജിൻ്റെയും റോഡിൻ്റെ വർക്കുകളാണ്. ഏതാണ്ട് ഒരു 5-6 വർഷം കഴിയുമ്പോഴേക്കും നല്ല റോഡുകളും ബ്രിഡ്ജുകളൊക്കെ ആയിട്ട് കുവൈത്തിൻ്റെ ഒരു മോച്ചായ തന്നെ മാറും അല്ലേ. രക്ഷയിലോട്ടോ, നിങ്ങൾ കേൾക്കണമെന്ന് അറിയില്ല, ഒരു രക്ഷയില്ല, ഭയങ്കര കാറ്റാണ്, കണ്ടില്ലേ, ഭയങ്കര കാറ്റ്. ചുറ്റും 2 സൈഡും മരുഭൂമിയാണ്. അവിടെയും മരുഭൂമി, ഈ സൈഡും മരുഭൂമിയാണ്. അപ്പോൾ നമ്മൾ മരുഭൂമിയുടെ നടക്കിക്കൂടെയുള്ള റോഡ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റുണ്ട് കേട്ടോ, എൻ്റെ മുടിയൊക്കെ എടുത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സാൽമി എന്നുള്ള ഭാഗത്തേക്ക് എത്താനായിട്ട് ഏതാണ്ട് ഒരു 20 കിലോമീറ്ററും കൂടി ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് വണ്ടി ജസ്റ്റ് നിർത്തി. 2 സൈഡും മരുഭൂമിയാണ്, നല്ല കാറ്റുണ്ട്, നല്ല പൊടിയുണ്ട്. പൊടിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, നല്ല പൊടിക്കാറ്റ് പൂര കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഇന്നിപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്, ചൂടൊന്നുമില്ല, നല്ല ക്ലൈമറ്റ്. തണുപ്പിൻ്റെ ഒരു സംഭവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെയാണ് ഈ കാറ്റ്. ചിലപ്പോൾ ഇന്ന് രാത്രി ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട വണ്ടിയാണ് ഈ പോകുന്നത്. നമ്മളിപ്പോൾ സൗദി ബോർഡറിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ആ സ്ക്രാപ്പ് യാർഡിലേക്കുള്ള വണ്ടി ആയിരിക്കണം ഇത്. നമ്മൾ നേരത്തെ കണ്ട വണ്ടി തന്നെ, സെയിം വണ്ടി തന്നെ. റൈറ്റിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മരുഭൂമിയുടെ ഉള്ളിൽ കൂടെ വേറെ വഴിയുണ്ടെന്ന് അറിയില്ലല്ലേ. ആ വഴി അപ്പുറം വഴിയുണ്ട്, ആ അവിടെ വേറെ വഴിയുണ്ട്, ആ മെയിനായിട്ടുള്ള റോഡ്. ആ വഴിയെല്ലാം കണക്കാണ്, ടാറില്ല. വഴിയെല്ലാം ഒരു വകയാണ്. ഇതാ അങ്ങോട്ട് പോകുന്ന നമ്മളിപ്പോൾ ആ വണ്ടി പോകുന്നുണ്ടോ, GMC വിട്ടു പോകുന്നുണ്ട്. ഒരു GMC ദൂരെ കാണാൻ വിട്ടു പോകുന്നു. പക്ഷെ അതായിരിക്കുന്നുണ്ട് നല്ല വഴി, ഇത് പൊളി. നമുക്ക് നേരെ അങ്ങോട്ട് കൊടുക്കാം. ഒരു പക്ഷെ വേറെ വഴി ഉണ്ടാവുമല്ലേ ഇതിനകത്തേക്ക്, അത് തന്നെയാണ് വഴി. പക്ഷെ ഇത് വേറെ ഷോർട്ട് കട്ട് പിടിച്ച് കയറി. മറന്നുപോയി. ഇതാണ് സാൽമിയിലെ സ്ക്രാപ്പ് യാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് വണ്ടികൾ ഇങ്ങനെ അടുക്കിയടിക്കിനെ വെച്ചിട്ടുണ്ട്. പലതരത്തിൽ കേടുപാട് സംഭവിച്ച വണ്ടികൾ, ഇടിച്ച വണ്ടികൾ, ഉടമകൾ കേടുപാട് സംഭവിച്ചുകൊണ്ട് ഉപേക്ഷിച്ച വണ്ടികൾ, ഇൻഷുറൻസ് കമ്പനിക്കാർ ഉപേക്ഷിച്ച വണ്ടികൾ, അങ്ങനെ പലതരം കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സ്ക്രാപ്പ് യാർഡിൽ എത്തപ്പെട്ട വണ്ടികളുടെ ഒരു കൂമ്പാരമാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. സാധാരണ ഒരു പറയാറ് കാറുകളുടെ ശവപ്പറമ്പ് എന്നൊക്കെ രീതിയിലൊക്കെയാണ് ആളുകൾ ഈ ഒരു പ്രദേശത്തെ പറയണത്. കാര്യം അത്രത്തോളം വണ്ടികൾ ഇവിടെ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടൊക്കെ വന്ന വണ്ടികളൊക്കെയാണ് കൂടുതലും ഇവിടെ ഉള്ളത്. നിങ്ങൾക്കിപ്പോൾ കാണുന്നത് നമ്മുടെ ഒരു ടൊയോട്ടയുടെ ഒരു ചെറിയൊരു
സ്ക്രാപ്പ് യാർഡിലേക്കാണ് കയറിയിരിക്കുന്നത്. ഈ ഒരു സ്ക്രാപ്പ് യാർഡിൽ ഇവിടെ ഒരുപാട് ബമ്പറുകളും ബോണറ്റുകൾ അത്തരം സാധനങ്ങളൊക്കെയാണ് ഈ ഒരു സ്ക്രാപ്പ് യാർഡിൽ വിൽക്കുന്നത്. അങ്ങനെ ഓരോ കമ്പനികളുടെയും വേർതിരിച്ചിട്ടൊക്കെയായിട്ട് സ്ക്രാപ്പ് യാർഡുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് ടൊയോട്ടയുടെ ഒരു സ്ക്രാപ്പ് യാർഡിലാണ്. ഇത് ടൊയോട്ട കാറുകളുടെ ബമ്പറും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളതും ഈ വർക്ക്ഷോപ്പിലുള്ളതും. ക്യാമറ മുതൽ അതുപോലെ തന്നെ എല്ലാ വണ്ടികളുടെയും ബമ്പറുണ്ട്, അതുപോലെ ബോണറ്റ് ഉണ്ട്. ഇതാ ഇവിടെ നമുക്ക് ഡോറ് കാണാം, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഒരു ബമ്പർ എന്ന് പറയുന്നത് 20 KD 30 KD ഒക്കെ ആ ഒരു റേറ്റിൽ വരുന്നതാണ്. പിന്നെ തൊട്ടപ്പുറം കുറച്ച് മുമ്പ് കണ്ട് എഞ്ചിൻ ഭാഗങ്ങളൊക്കെ അത് 200 KD 300 KD ആണ്. ഓരോ വണ്ടികളുടെയും മോഡൽ അനുസരിച്ചിട്ട് അതിൻ്റെ പവറിനനുസരിച്ചിട്ടൊക്കെ ഉള്ള ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ ഒരു യാർഡിൽ കയറിയപ്പോൾ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് നിസാൻ അതുപോലെ തന്നെ ടൊയോട്ട വണ്ടികളുടെ, അതും പിക്കപ്പ് വണ്ടികളുടെ പാർട്സുകൾ ലഭിക്കുന്ന ഒരു സ്ക്രാപ്പ് യാർഡിലാണ്. ഇവിടെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പല പാർട്സുകളും എടുത്തിട്ടുണ്ട്, നമുക്കറിയാം, കാണാം. ഒരുപാട് പാർട്സുകൾ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്ക്രാപ്പ് യാർഡിൽ എൻജിൻ ഭാഗങ്ങൾ കിട്ടും, അതുപോലെ തന്നെ ഗിയർ ബോക്സുകൾ, ആക്സിലുകൾ, അങ്ങനെ വിവിധതരം പാർട്സുകൾ കിട്ടുന്ന ഒരു യാർഡാണിത്. ഇപ്പോൾ ഈ കാണുന്ന വണ്ടികളുടെയൊക്കെ ഓരോരോ പാർട്സുകൾ അവർ ആവശ്യക്കാർക്ക് കൊടുത്ത് കട്ടപ്പുറത്ത് കയറ്റി വെച്ചിരിക്കുന്ന വണ്ടികളാണ്. ബോഡി മാത്രമായിട്ട് ബാക്കി എല്ലാ പാർട്സും അതിൻ്റെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം ഹൗസിങ്, അതുപോലെ തന്നെ തൊട്ടപ്പുറ ഗിയർ ബോക്സുകൾ, എൻജിൻ ഭാഗങ്ങൾ, പാർട്സുകൾ എല്ലാം തന്നെ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് അമീർ പറയുന്നത് നിസാൻ, ടൊയോട്ട, മിസ്തുബിഷി, അങ്ങനെ എന്തൊക്കെ പിക്കപ്പ് വണ്ടികളുണ്ടോ അത്തരം വണ്ടികളുടെ എല്ലാത്തരം പാർട്സുകളും ഇവിടെ ലഭിക്കുമെന്നാണ് ഈ അമീർ പറയുന്നത്. ഞങ്ങൾ നേരത്തെ കണ്ടു, എൻജിൻ ഭാഗങ്ങൾ കണ്ടു. അതായത് എൻജിൻ ഭാഗം എന്ന് പറഞ്ഞാൽ 300 KD 250 KD ആ ഒരു അതിൻ്റെ CC അനുസരിച്ചിട്ടുള്ള എൻജിനുകളാണ്. എല്ലാം നല്ല വർക്കിംഗ് കണ്ടീഷനായിട്ടുള്ള എൻജിനുകളാണ് അവിടെ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിക്കപ്പ് വണ്ടികളുടെ ഒരു യാർഡാണ്, ഒരു സ്ക്രാപ്പ് യാർഡാണിത്. അങ്ങനെ കറങ്ങി ഞങ്ങൾ മറ്റൊരു യാർഡിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻജിൻ ഭാഗമാണ്. എൻജിൻ വിത്ത് ഗിയർ ബോക്സ് ഉള്ളതുകൊണ്ട് ആക്സിൽ അടക്കമുള്ള എൻജിനുകളാണിത്. ഇത് അമേരിക്കൻ വണ്ടികളുടെ NY, അതുപോലെ തന്നെ GMC തുടങ്ങിയ അമേരിക്കൻ നിർമ്മിത വണ്ടികളുടെ ഗിയർ ബോക്സ്, എൻജിൻ, ആക്സിൽ തുടങ്ങിയ ഭാഗങ്ങളൊക്കെയാണ് ഈ ഒരു യാർഡിൽ വിൽക്കുന്നത്. എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 300 KD ഉണ്ട്, അതുപോലെ തന്നെ 250 KD. അങ്ങനെ ഗിയർ ബോക്സ്, എൻജിൻ വിത്ത് കൂടെ വരുന്നത് 300 KDക്കാണ് ഇവർ വിൽക്കുന്നത്. എൻജിൻ മാത്രമായിട്ട് 250 KD സംഭവമുണ്ട്. അങ്ങനെ അമേരിക്കൻ നിർമ്മിത വണ്ടികളുടെ പാർട്സുകളാണ്, അതായത് എൻജിൻ ഭാഗം മാത്രമാണ് ഈ ഒരു വർക്ക്ഷോപ്പിലുള്ളത് കേട്ടോ. ഭയങ്കര വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു യാർഡാണ്. വളരെ വലുതാണ്. ഒരുപാട് സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, തുരുമ്പ് പിടിച്ചതും അല്ലാത്തതുമായിട്ടുള്ള കുറേ എൻജിനുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഒരുപാട് എൻജിനുകളുണ്ട് കേട്ടോ ഇവിടെ. 4 വീലറിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ GMC 4 വീലറിൻ്റെ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഹാദി സാദാ മോഡലിൻ്റെ ഉണ്ട്. അങ്ങനെ ഒരുപാട് മോഡലുകളുടെ ഉണ്ട് കേട്ടോ. ഒരു രക്ഷ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ അന്തം വിട്ടിരിക്കുകയാണ്, കാര്യം ഇത്രയും എൻജിനുകളിൽ നിരത്തി വെച്ചിരിക്കുന്നത്. കൊള്ളാം എന്തായാലും. കംപ്ലീറ്റ് എൻജിൻ മാത്രം, NYയുടെ GMCയുടെ കംപ്ലീറ്റ് എൻജിൻ മാത്രം, ഗിയർ ബോക്സ് അടക്കം. അതായത് 4 വീലറിൻ്റെ ഉണ്ട്, ഹാദി സാധാ മോഡലിൻ്റെ ഉണ്ട്. അങ്ങനെ കംപ്ലീറ്റ് എൻജിനാണ് ഈ ഒരു ഷോറൂം മാത്രമായിട്ടുള്ളത് ഈ പൊളിക്കുന്ന സ്ഥലത്ത്. നേരത്തെ കണ്ട ഒരു എൻജിൻ ഉണ്ടല്ലോ, NYയുടെ എൻജിൻ, അത് ഒരു 300 KD, അതുപോലെ തന്നെ 200 KD 350 KD ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് ഗിയർ ബോക്സും അതുപോലെ തന്നെ എൻജിൻ അടക്കം 4 വീലറിൻ്റെ. അങ്ങനെ കംപ്ലീറ്റ് എൻജിനാണ്, എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ.
ഇതൊക്കെ ഇടിച്ച വണ്ടിയുടെയും മറ്റു സംഭവങ്ങളൊക്കെയാണത്. ഇവിടെ മിക്ക വർക്ക്ഷോപ്പിലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് അഫ്ഗാനിസ്ഥാനികളെയാണ്. മിക്ക സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന അഫ്ഗാനികളാണ്. അവർക്ക് നമ്മളോട് പ്രത്യേക ഒരു സ്നേഹമാണ്. ഇന്ത്യക്കാരാണ്, കേരളക്കാരെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പ്രത്യേക ഒരു സ്നേഹവും ഒക്കെയാണ് പ്രത്യേകിച്ച് അവർ പ്രകടിപ്പിച്ചത്. അവർ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എല്ലാ വർക്ക്ഷോപ്പിലും എല്ലാ സംഭവത്തെ പറ്റിയിട്ട് നന്നായിട്ട് പറഞ്ഞു തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സ്നേഹമുള്ള ആളുകളാണ് കേട്ടോ അഫ്ഗാനികൾ. മരുഭൂമിക്ക് നടുവിൽ ഏതാണ്ട് 5 കിലോമീറ്റർ ചുറ്റളവിൽ സാൽമി എന്ന പ്രദേശത്തെ കാറിൻ്റെ സ്ക്രാപ്പ് യാർഡ്, സക്രാബ് എന്നാണ് അറബിയിൽ പറയുന്നത്. അപ്പോൾ സ്ക്രാപ്പ് യാർഡിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. വലിയൊരു ഏരിയയിലുള്ള ഒരു സ്ക്രാപ്പ് യാർഡ് ആയതുകൊണ്ട് പരിമിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിവിധ തരം കമ്പനികളുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ക്രാപ്പ് യാർഡുകളും അതിൻ്റെ സ്പെയർ പാർട്സുകളും ലഭിക്കുന്ന ഇടങ്ങൾ തന്നെ ഇവിടെയുണ്ട്. ഓരോ കമ്പനിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ക്രാപ്പ് യാർഡുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി പുതിയ വീഡിയോകൾ, കുവൈത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ വീണ്ടും നല്ല നല്ല കുവൈത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.